ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ശ്രീമദ് ഭാഗവത സാരം. ആചാര്യൻ ഭാഗവതത്തിൻ്റെ സാരം പറഞ്ഞു തരികയാണ്. 4 ഭാഗങ്ങൾ നാം കേട്ടു. 5ാം ഭാഗമാണ്. ഇവിടെ ആചാര്യൻ പറയുന്നു, വിവേകി തുച്ഛവും നശ്വരവുമായ വിഷയഭോഗങ്ങളിൽ ഒരിക്കലും മയങ്ങിപ്പോവുകയില്ല. അവ മേൽക്കുമേൽ ദുഃഖപ്രദങ്ങളാണെന്നും അച്യുതപാദങ്ങളെ ശരണം പ്രാപിച്ചാൽ മാത്രമേ രക്ഷയുള്ളൂ എന്നും ബോധ്യമാകും. 12 സ്കന്ധങ്ങളുള്ള ഭാഗവതത്തിലെ പ്രഥമ സ്കന്ധം ഭാഗവതത്തിൻ്റെ ശ്രവണ കീർത്തനാദികൾക്കുള്ള അധികാരിതയെ ആണ് കാണിക്കുന്നതെന്ന് പറഞ്ഞുവല്ലോ. വിരക്തനാണ് അധികാരി. വൈരാഗ്യത്തിൻ്റെ താരതമ്യമനുസരിച്ച് ശ്രോതാവും വക്താവും പ്രാകൃതൻ, മധ്യമൻ, ഉത്തമൻ എന്നീ പ്രകാരം 3 തരം വരാം. അതിൽ ആദ്യത്തേതിനെയാണ് ശൂത ശൗനക സംവാദം വഴി കാണിക്കുന്നത്. ശൂതനും ശൗനകാദികളും സാമാന്യേന വിരക്തരാണ്, എങ്കിലും സർവസംഗ പരിത്യാഗികളല്ല. ഇതിൽ നിന്നാണ് ഭാഗവതത്തിൻ്റെ തുടക്കം. ക്രമേണ അത് ഉയർന്നു. അടുത്തത് വ്യാസനും നാരദനുമാണ്. അധികം വിരക്തരും അധികം മഹാത്മാക്കളുമാണവർ. അവരുടെ സംവാദത്തിൽ ഭക്തിയോഗത്തിൻ്റെ എല്ലാ പടികളും ഭംഗിയായി വ്യക്തമാക്കിയിരിക്കുന്നു. പിന്നെ വരുന്നത് പരീക്ഷിത് ശുക സംവാദമാണ്. ഇവർ ഉത്തമ അധികാരികളാണ്. മുനികുമാരൻ്റെ ശാപവാർത്ത കേട്ടിട്ടും പരിഭ്രമലേശം പോലും പരീക്ഷിത്തിനുണ്ടായില്ല. ഭഗവാനിൽ സമ്പൂർണമായി സമർപ്പണം ചെയ്തവർക്ക് പരിഭ്രമം എവിടെ? ആ പുണ്യാത്മാവ് ഐശ്വര്യപൂർണമായി കൊട്ടാരവും രാജ്യവുമെല്ലാം പുല്ലുപോലെ വലിച്ചെറിഞ്ഞ് ഭഗവത് പാദ സേവാനന്ദ ലഹരിയിൽ ആറാടുവാനായി പതിത പാവനിയായ ഗംഗയുടെ തീരം പ്രാപിച്ചു. വൈരാഗ്യത്തിൻ്റെ മൂർത്തിമത് ഭാവം തന്നെയായിരുന്നു ആ പരമഭാഗവതൻ. വക്താവായ ശ്രീശുഖബ്രഹ്മർഷിയുടെ കാര്യം പറയേണ്ടതുണ്ടോ? ആത്മാരാമന്മാരിൽ അഗ്രഗണ്യനും പരമവിരക്തനുമായിരുന്നു അദ്ദേഹം. ഉത്തമ അധികാരിക്ക് പരീക്ഷിത്തിനെ പോലെ ശ്രവണ മാത്രയിൽ മുക്തി ലഭിക്കും എന്നാണ് ശാസ്ത്ര സിദ്ധാന്തം. കൂട്ടത്തിൽ കുന്തിസ്തുതിയിലൂടെ ഭഗവാനെ മറക്കാനിടയാക്കുന്ന സമ്പത്ത് ആപത്താണെന്നും ഭഗവത് സ്മരണ നിരന്തരം ഉണ്ടാകാനിടയാകുന്നു എങ്കിൽ ആപത്തുകൾ പോലും സമ്പത്താണെന്നും കാണിച്ചു. എല്ലാവരുടെയും ആത്മാവായ ഭഗവാനെ മറന്നതാണ് ദേഹത്തിൽ ഞാൻ എന്നും ദേഹസംബന്ധികളിൽ എൻ്റേതെന്നുമുള്ള തോന്നൽ ഉളവാകാൻ കാരണം. ഇതിൻ്റെ ഫലമായി നിരന്തരമായി ദുഃഖിക്കാൻ ഇടവരുന്നു. ഭീഷ്മസ്തുതിയിലൂടെ ഏകാന്ത ഭക്തന്മാരിലുള്ള ഭഗവാന്റെ പ്രത്യേക വാത്സല്യത്തെയും കാണിച്ചു. ഹരി ഓം നമഃ ശിവായ.